പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിലുള്ള വന്ദനം പ്രിയപ്പെട്ടവരെ വീണ്ടും അറിയിക്കുകയാണ്. ഇന്നൊരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് മുൻപിൽ ഈ ആശ്രയ TV പ്രക്ഷേപണത്തോടുള്ള ബന്ധത്തിൽ ജീവൻ്റെ വഴി എന്ന ഈ പരമ്പരയിലൂടെ കടന്നു വരാൻ നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അധികാരികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അറിയിക്കുകയാണ്. തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവൻ്റെ കിരീടം ദൈവം അവർക്ക് നൽകും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷകൾ നാം സഹിക്കണം. നമ്മൾ സ്കൂളിൽ പരീക്ഷയിടുമ്പോൾ, കോളേജിൽ പരീക്ഷയിടുമ്പോൾ പരീക്ഷയ്ക്ക് വരാതിരുന്നാൽ നമ്മൾ തോറ്റുപോകും. പരീക്ഷ എഴുതിയേ പറ്റൂ, പരീക്ഷ ജയിച്ചേ പറ്റൂ. അങ്ങനെ ക്വാളിഫൈഡായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് ഗ്രാജുവേഷൻ പ്രാപിച്ച് നമ്മൾ പുറത്തു വരുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനവധി പരീക്ഷകളുണ്ട്. ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. കഷ്ടങ്ങൾ ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും യേശുക്രിസ്തു നമ്മുടെ മാതൃകാ പുരുഷനാണ്. യേശുക്രിസ്തു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം പരീക്ഷ സഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരാവലാതി പറയരുത്, പിറുപിറുക്കരുത്, ഇല്ലായ്മ പറയരുത്. അവരെപ്പോഴും കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. കർത്താവ് പറയും, നിനക്ക് ഞാൻ കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം കുടിപ്പാൻ തന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നോക്കി നമ്മുടെ രക്ഷകനായ ഉപദേഷ്ടാവിനെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കർത്താവ് നമ്മളോട് ഇടപെടും. ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന ഇമ്പമായ ശബ്ദം പിൻപിൽ നിന്ന് കേൾപ്പിക്കും. ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയേണ്ടത്, നമ്മൾ ഏകരല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിച്ച് പോകരുത്. ഏകനാണ്, ഏകാന്തത വരും, ഒക്കെ ശരിയാ. പക്ഷേ നമ്മളും കർത്താവുമായിട്ടാണ് കാര്യമുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുക, തിരുവചനം ധ്യാനിക്കുന്നവരായി തീരുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഒരു നീതി പ്രവൃത്തിയും മനുഷ്യൻ്റെ മുമ്പിൽ ചെയ്യരുത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനു വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രസാദം പ്രാപിക്കത്തക്കവണ്ണം നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ദൈവനാമത്തിന് വേണ്ടി നിന്നാലും എല്ലാം കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുത്തി മുന്നോട്ട് പോയാൽ ക്ഷേമമായി നടത്തുന്ന ഒരു രക്ഷകൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നമ്മുടെ ബലം നഷ്ടമായി തീരും. നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകരുത്. ഈ കഷ്ടകാലത്തിൻ്റെ നടുവിലും നമ്മൾ സുവിശേഷം പറയണം, ജീവിപ്പിക്കുന്ന സുവിശേഷം പറയണം, ആത്മാക്കളോട് സുവിശേഷം പറയണം. നമ്മുടെ ആന്തരിക മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ഈ സുവിശേഷത്തിന് മാത്രമേ ലോകത്തിൽ കഴിയുകയുള്ളൂ. അപ്പോൾ മരണത്തിനായി വിറച്ചു നിൽക്കുന്നവരെ, കുലക്കായി കാത്തിരിക്കുന്നവരെ, വിധി ദിവസത്തിനായി കാത്തിരിക്കുന്നവരെ രക്ഷിക്കേണ്ടതിന് കഷ്ടകാലത്ത് കുഴഞ്ഞു പോകാതെ സമയത്തും അസമയത്തും ഒരുങ്ങി നിന്ന് സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യണം. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് പരസ്യമായി നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. അവൻ എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമുക്ക് നമ്മുടെ തലമുറയൊക്കെ ഒരു പരിധിവരെ നോക്കാം.
പക്ഷേ 24 മണിക്കൂറും നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ചെമ്മയായി തുറന്ന 2 കണ്ണും ചെമ്മയായി തുറന്ന 2 കാതും. കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവം തുറന്നിരിക്കും. അവിടെ ദൈവം കരം നീട്ടിയിരിക്കും. അതുകൊണ്ട് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരോട് അല്പം ദീർഘക്ഷമ കാട്ടിയാലും പെട്ടെന്ന് പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. അതിന് കഷ്ടങ്ങൾ വരുമ്പം തളരരുത് കേട്ടോ. നമ്മൾ ഓരോ പരീക്ഷ കയറി ഇറങ്ങി തികഞ്ഞവരായി സമ്പൂർണരായി എല്ലാമുള്ളവരെ പോലെ ആയിത്തീരുവാൻ നമ്മളെ പക്വതയുള്ളവരായി കർത്താവ് കഷ്ടങ്ങളിലൂടെ രൂപാന്തരപ്പെടുത്തുക. വെള്ളി ശുദ്ധീകരിക്കാൻ സ്ഫുടം ചെയ്യും, പൊന്ന് മൂശയിലൂടെ കടത്തിവിടും. എന്നാൽ നമ്മെ കഷ്ടതയുടെ ചൂളയിലൂടാണ് കർത്താവ് ഒരുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയോടുള്ള സമീപനത്തിന് ഇന്ന് വലിയൊരു മാറ്റം വരുത്തണം. കഷ്ടതയോടുള്ള ആ സമീപനത്തിനും വെളിപ്പാടിനും ദർശനത്തിനും മാറ്റം വരണം. കഷ്ടത ഒരു അനുഗ്രഹമാണ്. കഷ്ടത ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. കഷ്ടതയ്ക്കായി അവൻ നമ്മെ നിയമിച്ചിരിക്കുക. അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ളവർക്ക് കഷ്ടം ധരിപ്പാനുള്ള കൃപാവരമുണ്ട്. യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, കഷ്ടം ധരിപ്പാനുള്ള വരവും നിങ്ങൾ ധരിച്ചിരിക്കുന്നല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ തളരരുത്, ഒറ്റപ്പെട്ടു പോകും. എൻ്റെ വീട്ടിൽ എനിക്ക് വലിയ സ്വീകാര്യതയൊന്നുമില്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാണ്. സഹോദരങ്ങളൊക്കെ അവർ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ അത് നിമിത്തം ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവം അറിയാതെയല്ല കേട്ടോ. ദൈവസ്നേഹം നമ്മളെ കാണിച്ചു തരാനും നമ്മളെ കർത്താവിനോട് അടുപ്പിക്കാനും അവൻ്റെ പാദപീഠത്തിൽ അല്പനേരം തിരുവചനമായിട്ട് ഇരുത്താനും അന്ന് പഠിപ്പിച്ച ദൈവം എന്നെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ മധ്യഭാഗത്തെ വാക്യം അതാ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമുള്ളവൻ. വേദന വരത്തില്ലെന്നല്ല, രോഗം വരത്തില്ലെന്നല്ല, കഷ്ടം വരത്തില്ലെന്നല്ല, പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവ് ഇറങ്ങി വരും. തീച്ചൂള പോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ 7 മടങ്ങ് തീച്ചൂളയുടെ ചൂടിൻ്റെ അനുഭവങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ആദ്യ പ്രത്യാശയുടെ പ്രശംസയും ധൈര്യവും നിങ്ങൾ മുറുകെ പിടിക്കണം. ആദ്യ സ്നേഹം നിങ്ങൾ മുറുകെ പിടിക്കണം. എബ്രായ ബാലന്മാരായ വിശുദ്ധന്മാർ പറയുക, ഞങ്ങളെ കർത്താവ് വിടുവിക്കും. ഈ നെബൂഖദ്നേസർ ഒരുക്കിയിരിക്കുന്ന ഈ തീച്ചൂളയുടെ നടുവിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, രാജഭോജനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം തന്നാൽ മതി. ശാഖപദാർത്ഥം കൊടുത്ത് അവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ 10 പേരിലധികമായി 10 ഇരട്ടി വിശിഷ്ടരെന്ന് അവരെ കണ്ടെന്ന. അപ്പോൾ എപ്പോഴും സ്വർഗീയ ഭോജ്യം നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. അന്യഭാഷയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഏറ്റെടുക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ജനിച്ച ഒരു ദൈവപൈതൽ ക്രിസ്തുവിൽ ജീവിക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവർ അക്ഷയരായി കർത്താവിൻ്റെ കാഹളദ്വാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പം നമുക്ക് കർത്താവിൽ നമ്മളെ അകറ്റാൻ ഒരു ശക്തിക്കും കഷ്ടതയ്ക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷ സഹിക്കാൻ നമുക്ക് തയ്യാറാകാം. കഷ്ടം സഹിപ്പാൻ നമ്മൾ തയ്യാറാകണം. അസഹിഷ്ണുത ക്രിസ്തീയ ജീവിതത്തിൽ പാടില്ല. സഹിഷ്ണുത വേണം. ചിലത് പറ്റത്തില്ല, ചിലതിനെ നേരിടാൻ കഴിയുന്നില്ല, ചിലതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ഭൂമിയിൽ കർത്താവ് എല്ലാത്തിനെയും നേരിട്ടില്ലേ? ആ ശക്തി ആ കർത്താവ് തൻ്റെ ശിഷ്യത്വം പ്രാപിച്ച ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ നമ്മൾക്കും നൽകി തന്നിരിക്കും. അതുകൊണ്ട് നാം തളർന്നു പോകരുത്.
ഞാൻ അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചവനാണ്. അനവധി പരീക്ഷകളിലൂടെ നിന്ന വരും, പരിഹാസം വരും, ദുഷ്കീർത്തി വരും, അപമാനം വരും, സൽകീർത്തി വരും. എന്നാൽ ഇതൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയില്ല. ദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവമറിയാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നമ്മൾ ആ ദൈവാത്മാവിനെ അനുസരിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മതി. കർത്താവ് പറയുന്നത് വഴിയിലൂടെ പോയാൽ മതി. നമ്മൾ വഴി വെട്ടി തുറക്കരുത്. കർത്താവ് പറഞ്ഞ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ വഴി തികവുള്ള വഴി എന്നാണ് പറയുന്നത്. നമ്മുടെ ആരംഭത്തിങ്കിൽ തന്നെ അവസാനം കണ്ട ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടി പോലും താഴെ പോകത്തില്ല. ഒന്നിനെയും ഭയപ്പെടാതെ, മുൻപിലുള്ള പ്രതികൂലങ്ങൾ കണ്ട് ഭയപ്പെടാതെ, ഈ ദിവസങ്ങളിൽ കർത്താവ് സകലത്തിനും മതിയായവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞവനാണ്. പ്രതിസന്ധിയോടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിവാഹമൊക്കെ കഴിച്ചിട്ട് തലമുറയുമായി ഓടേണ്ടി വന്നിട്ടുണ്ട്. പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് നോക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സഹോദരങ്ങളുടെ പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂട്ടുവിശ്വാസികളുടെ നിന്ദയും അപമാനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തളർന്നു പോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് നിങ്ങളുടെ വിളിയെ നിങ്ങളൊന്ന് നോക്കണം സഹോദരന്മാരെ. വിളിച്ചവരെ കർത്താവ് മുൻനിയമിക്കും. മുൻനിയമിച്ചവരെ അവൻ വിളിക്കും. ശ്രദ്ധിച്ചോണം. വിളിച്ചവരെ അവൻ നീതീകരിക്കും. നീതീകരിക്കുന്നവരെ അവൻ വിശുദ്ധീകരിക്കും. വിശുദ്ധീകരണം ഏറ്റെടുത്ത് നമ്മൾ തേജസ്വീകരിക്കപ്പെടും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയരങ്ങൾ വിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യാവതാരം എടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇനിയും നാം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഭൂമിയും ആകാശവും മാറിപ്പോകാൻ പോകുകയാണ്. എല്ലാം കൊടുമുഴക്കത്തോട് നീങ്ങിപ്പോവും. കടലും കരയും ദൈവം ഇളക്കാൻ പോകുകയാണ്. ഭൂമിയെ ആകാശത്തെയും ഇളക്കാൻ പോകുകയാണ്. ആർക്കും പ്രവർത്തിച്ചു കൂട്ടാത്ത പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ രാജ്യങ്ങളിൽ വരാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചോണം. ആഭ്യന്തര കലഹങ്ങൾ, രാഷ്ട്രീയ കലഹങ്ങൾ, വെല്ലുവിളികൾ, മനുഷ്യൻ അന്യോന്യം കൊല്ലാനുള്ള ഒരു അധികാരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുക. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞു ദൈവം. ഇനി കാലാവസ്ഥ ഉണ്ടാകത്തില്ല. കാട്ടുമൃഗങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് വലിയ മഹാക്ഷാമം വരാൻ പോകുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിലൊക്കെ യേശുക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ ധൈര്യപ്പെടുത്താൻ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പരീക്ഷ സഹിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ കൊള്ളാവുന്നവനായി തെളിച്ചെടുത്ത് കർത്താവ് താൻ സ്നേഹിക്കുന്ന ജീവൻ്റെ കിരീടം അവർക്ക് നൽകുകയാണ്. നിത്യത വരെ കഷ്ടം സഹിക്കണം. എനിക്ക് ഈ കഷ്ടത മതിയായി, ഞാൻ നിന്ന സഹിച്ച് മടുത്തു എന്ന് പറയരുത്. ദൈവം നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ചീത്തയായി പോകുന്ന കളിമൺ പാത്രത്തെ മറ്റൊരു മാനപാത്രമാക്കി അവൻ രൂപപ്പെടുത്തുന്ന ദൈവമെങ്കിൽ കർത്താവ് എന്നെ നിന്നെ രൂപപ്പെടുത്താൻ ശക്തനാണ്. അതുകൊണ്ട് വെല്ലുവിളി കണ്ടും നിന്ന കണ്ടും പരിഹാസം കണ്ടും ഒറ്റപ്പെടുത്തലുകൾ കണ്ടും തളർന്നു പോകരുത്. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയ്ക്ക് ഏകദേശം 25 വർഷമായി അവളുടെ കിഡ്നിക്ക് അപാകതകൾ സംഭവിച്ചു. കിഡ്നിയിലെല്ലാം മുഴകളായിപ്പോയി. കിഡ്നിയിലെല്ലാം വലിയ കല്ലുകളായിപ്പോയി. ശരീരം മൊത്തം അത് സ്പ്രെഡ് ചെയ്തു. എല്ലാ മെഡിക്കൽ സയൻസും പരാജയപ്പെട്ടു പോയി. ഓരോ ഡോക്ടർമാരും 2 മാസം, 3 മാസം, 6 മാസം കാലാവധി തന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഈ യാത്ര വിശ്വാസത്തോടായിരിക്കണം. എൻ്റെ നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആവലാതി പറയരുത്, പരാതി പറയരുത്,
ഇല്ലായ്മ പറയരുത്, കഷ്ടമാണെന്ന് പറയരുത്. ഈ കഷ്ടതയെല്ലാം ആരാധനയാക്കി മാറ്റണം. ഈ വേദനകളെ ഒക്കെ നമ്മൾ സ്തുതികളാക്കി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ മുറിവേറ്റ് വേദനയാൽ ഭാരപ്പെടുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, പാട്ടുപാടി, ആരാധിച്ചു തുടങ്ങിയപ്പോൾ സ്പെസിഫൈ ആയ ഒരു ഭൂകമ്പം ഉണ്ടാകുക. അവരിരുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരും. കർത്താവ് മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ ഓടിപ്പോകരുത്. നീ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവമുണ്ട്. കർത്താവ് സർവശക്തനാ, സർവവ്യാപിയാ, സർവജ്ഞാനിയാ. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. അവൻ ഏകനായ ധന്യാധിപതിയാ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഈ കർത്താവിനെ നിങ്ങൾക്കൊന്ന് രുചിച്ചറിയണ്ടേ? ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അനർത്ഥങ്ങൾ വരത്തില്ലെന്നല്ല. എന്നാൽ എൻ്റെ ഭാര്യയോട് മരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർമാരെല്ലാം മരിച്ചുപോയി. എന്നാൽ കൃപയാൽ അവൾ ഇന്നും ജീവിച്ചിരിക്കുക. ശരീരത്തെല്ലാം മുഴകളുണ്ട്, ലങ്സിൽ മുഴയുണ്ട്, ലിവറിൽ മുഴയുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഡോക്ടർമാരുടെ ശബ്ദം കേട്ട് പതറിപ്പോകാതെ, ഇല്ലായ്മ പറഞ്ഞ് നാട് നീളം നടക്കാതെ, ആ വീടിൻ്റെ അറയിലോട്ടൊന്ന് കയറി വാതിലടച്ച് 3-4 മണിക്കൂർ ഇരുന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ക്യാൻസറാകട്ടെ, കിഡ്നി പ്രശ്നമാകട്ടെ, എന്തുമാകട്ടെ, ഭയപ്പെടുത്തുന്ന കൂട്ടുകാർ നിനക്ക് ചുറ്റും കാണും. യോബിന് ചുറ്റും വന്നവരെല്ലാം അവനെ നിരുത്സാഹപ്പെടുത്തുന്നവരായിരുന്നു, അവനെ വേദനിപ്പിക്കുന്നവരായിരുന്നു, അവനെ ചോദ്യം ചെയ്യുന്നവരായിരുന്നു. എന്നാൽ യോബ് പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ നടപ്പെൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞാൻ തെളിയിക്കും. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ലോകത്തിൻ്റെ മുൻപിലല്ല, എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നമ്മൾ ദൈവം മുമ്പാകെ നിഷ്കളങ്കരായിരുന്നാൽ, ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി കർത്താവ് ഇറങ്ങി വരും. അതുകൊണ്ട് തളർന്നു പോകരുത്. 25-ാം വർഷവും അവൾ ജീവിച്ചിരിക്കുക. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാം കൃപയാ. വിശ്വാസത്തിൽ അധിഷ്ഠിതമാ ക്രിസ്തീയ ജീവിതം. യേശുവിനെ രുചിക്കണം. ഓരോ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കണം. ചിലരുണ്ട് അധികാലത്ത് എഴുന്നേൽക്കും, നന്നാ താമസിച്ച് കിടപ്പാൻ പോകും, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കും, വ്യർത്ഥം. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഈ ദിവസങ്ങൾ ഉറക്കത്തിൽ ചിലത് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ നമ്മെ തന്നെ കർത്തകരങ്ങളിൽ നിന്ന് സമർപ്പിക്കാം. ഒരിക്കൽ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അവിടെ കാലുകൾ 3 ഒടിഞ്ഞു പോയി. എൻ്റെ ശരീരത്തെ തൊലിയെല്ലാം പോയി. മോട്ടോർ സൈക്കിൾ ഡാമേജ് ആയിപ്പോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തള്ളിക്കളഞ്ഞു. 2ാം ഹോസ്പിറ്റലിൽ അവൾ കടന്നു. അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, നടുവിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതിന് വലിയ സർജറി ആവശ്യമാണ്. ദൈവം ഇറങ്ങി വന്നൊരു രാത്രിയിൽ ഒരു വൈദ്യുതി കടന്നു പോകുന്നത് പോലെ ഷോക്ക് നിമിത്തം അതിന് സൗഖ്യം കൊടുത്തു. കാല് പ്ലാസ്റ്റർ ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ ആ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുവാൻ ഞാൻ അറിയാത്ത ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കടന്നു വന്നു. അദ്ദേഹം ആ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയി. കരുതുമോ? ഏലിയാവിനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് കരുത്തിൽ ഒളിച്ചിരുന്നപ്പോൾ അവിടെ കാക്ക വന്നു. അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സുകളേക്കാൾ നല്ലത്. നാം ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഒളിച്ചിരിക്കണം. നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താൻ പറയുമ്പം വെളിപ്പെടണം. നമ്മൾ നമ്മുടെ സ്വയബുദ്ധിക്കൊന്നും ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണം. എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അവർ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി, ക്രിസ്തുവിന് കൊള്ളാവുന്ന ദാസന്മാരായി നിൽക്കാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. അതുകൊണ്ട് ശുശ്രൂഷകന്മാരൊന്നും തളർന്നു പോകരുത്, കുലുങ്ങിപ്പോകരുത്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ വേല വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവ് യേശുവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുക. ഈ കഷ്ടതയെല്ലാം തെളിയിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ്. എല്ലാവരാലും വെറുക്കപ്പെടുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അത് നമ്മൾ ചോദിക്കുന്നതല്ല തരുന്നത്. ചോദിക്കുന്നതിലും
നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളെ മാനിച്ചനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തളരരുത്. ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി തേജസ്സിൻ്റെ നിത്യഘനം പ്രാപിച്ചെടുക്കേണ്ടവരാ നമ്മളെന്നറിഞ്ഞ് ഈ ദിവസങ്ങളിൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാം. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് സകല കഷ്ടങ്ങളിലും പൗലോസ് അങ്ങ് പ്രശംസിക്കുക. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ കഷ്ടങ്ങളിലൊന്ന് പ്രശംസിക്കാം. നമ്മൾ തളർന്നു പോകരുത്, മന്ദത വരരുത്, നിരുത്സാഹപ്പെട്ടു പോകരുത്. കർത്താവ് പറയും, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആകരുത്. നിങ്ങൾ കുരുടന്മാരെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കേണ്ടവരല്ല. നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോടെ സഹോദര പ്രീതി, സഹോദര പ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിച്ച് വരുന്നു എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നിമിത്തം നിങ്ങൾ നിഷ്ഫലരാകത്തില്ല. നിങ്ങൾ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തെയല്ല തിരഞ്ഞെടുത്ത്, യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു. എന്തിന്? നാം പോയി ഫലം കായ്പാനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനും നമ്മെ കർത്താവാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഈ മുകളിൽ പറഞ്ഞ വിശ്വാസം മുതൽ സ്നേഹം വരെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ ധാരാളം പ്രാപിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവെടുത്തു. പ്രകൃതി ആകെ ഇളകി മറിയുകയാണ്. ചൂട് വർദ്ധിക്കുക, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. എല്ലാ രാഷ്ട്രങ്ങളും ദ്വീപുകളെയും പിടിച്ച് കർത്താവ് കുലുക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് നാം കഷ്ടം സഹിക്കുന്ന നമ്മളെ ദൈവം ഈ വലിയ കഷ്ടം കടത്തിവിടാൻ പോകുകയാണ്. പുതുബലം നമ്മളെ ധരിപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപമായി പകർന്നിരിക്കുക. സകല വിധത്തിൽ ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവരാ, പക്ഷേ ഇടുങ്ങിയിരിക്കുന്നില്ല. ഉണ്ടോ? വീണ് കിടക്കുന്നവരാ, പക്ഷെ ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ഉപദ്രവിക്കപ്പെടുന്നവരാ, പക്ഷേ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരാ, നശിച്ചു പോകുന്നില്ല. ബുദ്ധിമുട്ടുന്നവരാ, പക്ഷേ നിരാശപ്പെട്ടിരിക്കുന്നില്ല. നമ്മളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് 14 പ്രാവശ്യം ലജ്ജ കൂടാതെ വീണ്ടും 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 പൗലോസ് എഴുതുന്നു, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ. ഈ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളെ ഭരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ സന്തോഷവുമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനം അല്ല. ലോകം തരുന്ന സമാധാനം ഗർഭിണിക്കെന്ന പോലെ പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അതുകൊണ്ട് ഈ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് നിങ്ങൾ ഉപയോഗിച്ചോണം. മുഖപക്ഷം കൂടാതെ എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുന്ന ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ ഈ പ്രവാസകാലം നമുക്ക് ദൈവഭയത്തോടെ കഴിക്കാം. ശാഠ്യം വേണ്ട, മത്സരം വേണ്ട, തമ്മിൽ തമ്മിൽ സ്നേഹം, സഭയ്ക്കകത്ത് ഐക്യത, സഹോദര പ്രീതി, അതിഥി സൽക്കാരം, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക. അല്പകാലമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതിനെല്ലാം പ്രതിഫലം നിത്യത മുഴുവൻ പ്രാപിച്ചെടുക്കേണ്ടതിന് നമ്മൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ നിത്യജീവൻ തരാൻ ലോകത്തിലൊരു വ്യക്തിക്കും സാധ്യമല്ല. അവിടെ ദൈവം, ഇവിടെ ദൈവം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പറയുമ്പോൾ തേടിപ്പോകരുത്. നീ ഇരിക്കുന്ന നിൻ്റെ കൂടാരത്തിൽ. അത് ചെറുതോ വലുതോ എന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. ലിംഗഭേദമൊന്നും അവന് വ്യത്യാസമില്ല. വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും ദൈവത്തിന് അത് വിഷയമല്ല. ദൈവം നമ്മളെ അംഗീകരിച്ചാൽ മാത്രം മതി. ഗോഡ്സ് അപ്രൂവൽ ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അംഗീകാരം. ദ ഗോഡ് ബ്ലെസ്സിങ് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്സ് ഗിഫ്റ്റ്.
ദൈവം തരുന്ന കൃപാവരങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അംഗീകാരം. പണ്ടൊരു പയ്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, നല്ല സ്കൂളാണ്. 10ാം ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് മനസ്സിലായി ഈ സ്കൂളിന് അംഗീകാരമില്ല. അവനാകെ പരിഭ്രാന്തനായി. ക്രിസ്ത്യ ജീവിതത്തിൽ ഓടി അവസാനമെത്തുമ്പോൾ ദൈവത്തിൽ നമുക്ക് അംഗീകാരം ലഭിക്കാതെ പോകരുത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അംഗീകരിക്കണം. യോബിനെക്കുറിച്ച് കർത്താവ് പറയും, നിഷ്കളങ്കനാ, നേരുള്ളവനാ, ദോഷം വിട്ടകലുന്നവനാ, യഹോവ ഭക്തനാ. ദൈവനെ അംഗീകരിച്ചു. കൊർന്നല്യോസിനെ ദൈവം അംഗീകരിച്ചു. പത്രോസ് അംഗീകരിക്കാൻ മടിച്ചെങ്കിലും അവിടെ ദൈവം കൊർന്നല്യോസിനെ അംഗീകരിച്ചിട്ട് പത്രോസിനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. ദൈവവചനം കൈക്കൊണ്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നു, നോഹ അവൻ്റെ തലമുറയിൽ നീതിമാനും വിശ്വസ്തനും നിഷ്കളങ്കനും യഹോവയുടെ കൂടെ നടന്നവനുമാണ്. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. ഞാൻ പറയാം, അനവധി സമ്പത്തിലും സൽകീർത്തിയിലും വെള്ളിയിലും പൊന്നിലും കൃപയാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് ആ ബലഹീനപ്പെടുമ്പം കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ബാധിക്കുന്ന എത്ര മാരക രോഗമായിരുന്നാലും അതിൽ നിന്ന് കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഈ വചന നിമിത്തം നിങ്ങൾ സൗഖ്യമാകും. ഈ വചന നിമിത്തം ശുദ്ധിയുള്ളവരായിത്തീരും. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. എത്ര ഭക്തി വേണം, എത്ര വലിയ വിശുദ്ധ ജീവിതം വേണം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. നമ്മുടെ ആരംഭത്തേക്കാൾ നമ്മുടെ അവസാനം നന്നായിരിക്കണം. പൂർവ്വസ്ഥിതിയേക്കാൾ നമ്മുടെ അന്ത്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മുടെ അന്ത്യം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.